हम लेके आए सूक्ष्मदर्शिनी मूवी के सीन 4 का रिएक्शन। एंड अब जो है ना मूवी की इंटेंसिटी इतनी ज्यादा बढ़ गई है कि लाइक ऐसा हो गया कि अब नेक्स्ट क्या होने वाला है, बिकॉज उन लोगों ने जूस पी लिया है और प्रिया राइट टाइम में घर में पहुंच चुकी है। सच में यार प्रिया को देख के सच में लग रहा है कि वो बहुत सही जा रही है, बिकॉज कुछ तो, और इनको बहुत अच्छी बात ये है कि इन्होंने कभी सोचा ही नहीं कि हम पे कोई शक कर सकता है, पर प्रिया शक कर रही है। तो देखते हैं क्या होगा। तो आप भी देखो मेरे, लेट्स स्टार्ट। നീ എന്താ അയൺ ബോക്സ് ഒക്കെ ആയിട്ട് ഈ സമയത്ത്? എടി ഇവിടുത്തെ അയൺ ബോക്സ് കത്തിപ്പോണ്ടേ, തൽക്കാലത്തേക്ക് ഞങ്ങളുടെ അയൺ ബോക്സ് ഇവിടെ ഏൽപ്പിക്കണേന്ന് ആന്റണി പറഞ്ഞായിരുന്നു. ഞാനതങ്ങ് വിട്ടേ പോയി. ഇന്ന് മാനുവലി ചുളിഞ്ഞ ഷർട്ട് ഇട്ട് പോകുന്ന കണ്ടപ്പോഴേ ഞാൻ ഓർത്തെ, അപ്പൊ ഇങ്ങ് കൊണ്ടുവന്നേക്കാന്ന് വിചാരിച്ചു. അമ്മച്ചിയില്ലേ? അമ്മച്ചി प्रिया का अपना स्टाइल है रहने का। അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള ഒരു ചേച്ചി ലിസ്റ്റ് ചേച്ചി നമ്പറിന്റെ പഴയ ഫോണാണ് ഞാൻ തരാം. സുഖല്ലേ? അമ്മച്ചിക്ക് എന്നെ മനസ്സിലായില്ലേ? प्यार से मिलने आई है। വിചാരിച്ചിരുന്ന അമ്മച്ചി ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് വരൂന്നാ. इसको जूस दे। എന്താ വരാതിരുന്നേ? सर तो नहीं फोड़ने वाली उसका। वो सर क्यों फोड़ेगी? മാനുവൽ ഫംഗ്ഷന് വന്നപ്പം പറഞ്ഞായിരുന്നു അമ്മച്ചി നേരത്തെ ഉറങ്ങിപ്പോയിന്ന്. പിന്നെ എപ്പോഴും എഴുന്നേറ്റെന്ന് ഓർമ്മ ഉണ്ടോ? प्रिय നീ ജ്യൂസ് കുടിക്ക്. नो नो प्रिया। प्रिया भी जूस पिएगी ये वाला। वो कैसे देख रही थी उसको? भाई 20 मिनट में सोने वाली है वो शायद। ओए यार प्रिया ने भी पी लिया। you know अम्मा चीज लाइक तू तो मत ही पी। इतने से में तो कुछ नहीं हो रहा। അന്ന് അമ്മച്ചി എങ്ങനെ സ്റ്റേഷനിലെത്തിയേ? നമ്മളെല്ലാരും പേടിച്ചു പോയി കേട്ടോ. അമ്മച്ചിക്ക് നല്ല ക്ഷീണം കാണൂടി, നമുക്ക് പിന്നെ സംസാരിക്കാം. तो उनके एक्सप्रेशन कह रहे हैं, देख ये तो उसकी है। അമ്മച്ചിക്ക് ക്ഷീണമുണ്ടോ? ആടി നല്ല ക്ഷീണ. അമ്മച്ചി ആന്നേ, നീ ജ്യൂസ് കുടിക്ക്. अरे पर वो जा तो नहीं रही സ്റ്റെഫി ഇരിക്കെ. है, बैठी है वो। നമുക്ക് എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞിരിക്കാം അല്ലേ? 10 ही मिनट बचे हैं। अरे नहीं पी। जूस और कुछ करने को है नहीं ना, जूस ही पीना पड़ेगा। ഹലോ ആന്റണി, अरे 3 लोग बेहोश हो गए। अब उसे और पड़ा है। पर ये मेरे लेट, को- ये 10 मिनट लेट हो गई। അല്ലേ? ആ അമ്മച്ചിയെ നോക്കാൻ. അമ്മച്ചി മരുന്ന് കഴിച്ചായിരുന്നോ? അത് മാനുവൽ കൊടുത്തു കാണോടി രാവിലെ. ഉച്ചയ്ക്ക് കഴിക്കണ്ടേ? എവിടെ ഇരിക്കുന്നതെന്ന് അറിയാവോ? നീ ഒന്ന് നോക്കിയാ. എനിക്കറിയില്ല. ആന്റണി, നമ്മുടെ ഹാളിലെ അലമാരയിലോ ഡ്രോയിലോ എന്റെ പഴയ ഫോൺ ഇരിക്കണോ? അത് നീ എടുത്തിട്ട് ലിസ്റ്റ് ചേച്ചിയുടെ നമ്പർ ഒന്ന് പെട്ടെന്ന് അയച്ചു. क्या स्मार्ट प्ले किया उसने मैनुअल। ആ വേണം അറിയില്ല, പെട്ടെന്നായി. अब अपने घर जाके उनका पुराना फोन निकाल के लाओ। जाना ही पड़ेगा। अर्जेंट है। സ്റ്റെഫി ഞാൻ ഇറങ്ങുവാ. ഹാ പോയിട്ട് വരാം അമ്മച്ചി. यार वो यहाँ पे रहती तो देख पाती। फिर काइंड ऑफ वो ऐसे अंदर से बोल दिया, रुक मत जा मत जा। काश कुछ भूल गई हो प्रिया अंदर। ആ സുലു ഇല്ലടി, സ്റ്റെഫി ഉള്ളപ്പോൾ അമ്മച്ചി മിണ്ടും തോന്നില്ല. ഞാൻ ഇറങ്ങി നോക്കാം. अब तक तो बेहोश हो चुकी होगी।
ലിസ്റ്റേജ് മതി. അമ്മച്ചിനെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഡീൽ ചെയ്യണം. പോകുന്ന വഴിക്ക് നമ്മുടെ ബേക്കറിയിൽ കൂടെ കയറാം. अम्मा जी कहाँ गई? कहाँ उठ के चली गई? What? यार उनको तो सो जाना चाहिए. ओह, ये उनको उठा के ले आए. God. अरे कांच के साथ मत रहो. डेड बॉडी. यार उन्होंने पॉइजन भी किया था साथ പിന്തുണാനടുത്ത് में. ഏതോ റെയിൽവേ ട്രാക്കിൽ നിന്ന് കിട്ടിയെന്നാ പറഞ്ഞേക്കുന്നത്. ആളെ തിരിച്ചറിഞ്ഞോ? ഡെഡ് ബോഡി കണ്ടിട്ട് സെയിം ഏജ് ആണെന്നാ പറഞ്ഞേ. ട്രെയിൻ തട്ടിയായോണ്ടേ ആളെ തിരിച്ചറിയാൻ അവർക്ക് ഇതുവരെ ये പറ്റിയിട്ടില്ല. बेहोश क्यों नहीं हुई? ചേച്ചിയാണെന്ന് അറിയാൻ മാനുവലിനും പോലീസുകാരും കൂടെ വിളിച്ചേക്കുക. അപ്പൊ സ്റ്റെഫി ചേച്ചി ഇതറിഞ്ഞിട്ടില്ലല്ലോ. ഇതൊന്നും അറിഞ്ഞിട്ടില്ല. തൽക്കാലം നമുക്കിത് അവളോട് പറയണ്ട. ആളല്ലെങ്കിൽ നല്ല ഡൗണ്. Oh ये प्रमोशन. नहीं वो नहीं है. तो कोई और है. എന്റെ സിസ്റ്ററാണ് ഡയാന. वो डायना इसका नाम लिया था. സർ എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടോ? നമ്മൾ ആ ട്രാക്കിൽ കണ്ട ബോഡി അമ്മയുടെ അല്ലെന്ന് ഉറപ്പിക്കും. അവരുടെ ഫാമിലി വന്നിപ്പോ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ. वो भी अम्मा जी नहीं थी. और ये फ्री में उनके काम क्यों कर रही സ്റ്റെഫി है? കിടന്നു, ഞാൻ കഴുകി വെച്ചോളാം. ഈ മണിക്കൂർ ഇടവിട്ട് മാനുവൽ അമ്മച്ചി കൊടുക്കുന്ന മരുന്ന് എന്താന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അൽസൈമേഴ്സ് ഇല്ലാത്ത ആൾക്ക് എന്തിനാ അൽസൈമേഴ്സിന്റെ മരുന്ന്? Nice. നമ്മളിതിപ്പോ ആരോട് ചോദിക്കണം? അമ്മച്ചീനോട് ചോദിക്കാന്ന് വെച്ചാൽ ആ പ്ലാനും പോലും. പ്രിയച്ച നടന്ന് ഇറങ്ങിപ്പോയില്ലായിരുന്നെങ്കിൽ അമ്മച്ചിനെ ചിലപ്പോ മിസ്സാവില്ലായിരുന്നല്ലേ? നമ്മുടെ ഹോളിലെ അൽമാരയിലോട്ട് ഓരോ എന്റെ പഴയ ഫോൺ ഇരിക്കണ്ടോ? അത് നീ എടുത്ത് ലിസ്റ്റ് ചെയ്തിട്ട് നമ്പർ ഒന്ന് പെട്ടെന്ന് അയച്ചു. നമ്മുടെ മാനുവലിന് വേണ്ടിയിട്ടോ. क्लिक हुआ कि मुझे भेजा गया था. CCTV ഫൂട്ടേജുകൾ മുഴുവൻ നമ്മൾ പരിശോധിച്ചോ. അതിലൊന്നും അമ്മച്ചെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ പരിസരത്തേക്ക് അന്വേഷിച്ചപ്പോഴും അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ലെന്നാണ് പറയുന്നത്. ചിലപ്പോ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയുടെ അമ്മച്ചിയുടെ ഓർമ്മ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ടാവും. ഐ തിങ്ക് ഷീ ഈസ് ജസ്റ്റ് കംപ്ലീറ്റ്ലി ലോസ്റ്റ്. ഷീ മസ്റ്റ് ബി വാണ്ടറിംഗ് അറൗണ്ട് ദേർ സംവെയർ. സാധ്യതയുണ്ട്. ഇതിനു മുമ്പ് നടന്ന ഹിസ്റ്ററി വെച്ചിട്ടാണ് റെയിൽവേ സ്റ്റേഷൻ ബേസ് ചെയ്ത് ഞങ്ങൾ ഒരു അന്വേഷണം നടത്തിയത്. ഹലോ, ലിസ്റ്റ് ചേച്ചിയല്ലേ? ചേച്ചി, കഴിഞ്ഞ ചൊവ്വാഴ്ച മാനുവൽ എന്ന് പറഞ്ഞ ആരെങ്കിലും വിളിച്ചായിരുന്നോ? പുള്ളിയുടെ അമ്മയുടെ കൂടെ നിൽക്കാൻ ഒരാളെ വേണമെന്ന് ये शेरलॉक होम्स है ये. सच में. അങ്ങനെ ഒരാൾ വിളിച്ചില്ലല്ലോ മോളെ. No such person called. ഇല്ല വിളിച്ചില്ല. എന്തു പറ്റി? ഒന്നുമില്ല ചേച്ചി. ശരി മോളെ. अर्जेंट में नंबर मंगाया और कॉल भी नहीं किया. അയാളന്ന് അവിടുന്ന് എന്നെ മാറ്റിയതടി. അത് ശരിയാ. പക്ഷെ എപ്പോഴും സിമിലർ കണ്ടീഷൻസ് തന്നെ ആവുന്നില്ല. There can be changes. You see, ആളുടെ പാസ്റ്റിലെ ഏത് മെമ്മറിയിൽ വേണമെങ്കിലും അവർക്ക് കയറി ലോക്കാവാം. I've dealt many cases like this before. എന്തിനായിരിക്കും നൈസായിട്ട് എന്നെ അവിടുന്ന് മാറ്റിയത്? ഇനി അമ്മച്ചിയുടെ മിസ്സിന്റെ പിറകില് മാനുവൽ തന്നെ ആയിരിക്കുമോ? Yes. Yes. അത് അന്ന് രാത്രി അങ്ങനെ ഇറങ്ങി നടന്നു പോയതുകൊണ്ട് ആരും കണ്ടിട്ടില്ല എന്ന് വിചാരിക്കാം. പക്ഷെ ഇത് നട്ടുച്ചയ്ക്ക് പട്ടാപ്പകല് ആരും കണ്ടില്ല എന്ന് പറയുമ്പോഴാണ്. എങ്ങനെയാലും അമ്മച്ചിക്ക് ഇത്രയും പ്രായമുള്ളതല്ലേ, അത്ര സ്പീഡിലൊന്നും നടക്കാൻ കഴിയില്ലല്ലോ. ഇതിപ്പോ 4 ദിവസമായി. അത് ഇത്രയധികം CCTV ക്യാമറകൾ ഉണ്ടായിട്ടും ഒന്നിലും സ്പോട്ട് ചെയ്തില്ല എന്ന് പറയുമ്പോ ഒരു കൺഫ്യൂഷൻ. Nice. Come on, police. Come on, Priya. മാനുവൽ ഇങ്ങനെ അറിഞ്ഞു.
സ്റ്റെഫി അല്ല. ഇതിൽ മാനുവൽ ഒറ്റയ്ക്കല്ലേ? Yes. ओ ये पूरा गैंग है यार, मैं पूरी यहाँ पे। भाई बहन सब मिले हुए हैं। क्या हाई लेवल पे इंटरवल खत्म किया है और ये सारे मिले हुए हैं, पर एक ऐसी अपनी माँ को मारने के लिए कि भाई जो बोलती भी नहीं है, जो कुछ कर भी नहीं रही है, वो इतना ट्रैप्ड है, उसके लिए इतना सब प्लानिंग, मुझे वो चीज़ समझ नहीं आ रही। क्योंकि अम्मा जी के खिलाफ ये करने के लिए तो ऐसा लग रहा है ये लोग का बहुत बड़ा एक वैसे ही ग्रुप है, ये रेगुलरली ये करते रहते हैं, बट अब मिस्ट्री नेक्स्ट लेवल पे पहुंच चुकी है। मकसद ही नहीं समझ आ रहा कि उसका मकसद क्या है, कि वो क्यों करे। जैसे उसने बोला कि भाई ना वो क्या करती है, लाइक उनका क्या रोल है, और उनपे कोई एक्सपेरिमेंट्स चल रहे हैं, लाइक वही कुछ समझ में नहीं आ रहा है। और ये जो है प्रिया जो हमारी है भाई, क्या जासूस लड़की है, सारी चीजें फिगर आउट कर रही है। और ये भी मैं तो इस पे ज्यादा खुश हुई कि वो समझ गई कि भाई उसी ने मुझे उसके घर से दूर भेजा, उसको कैसे पता कि मैं बाहर हूँ, मैं घर पे नहीं हूँ, वगैरह वगैरह। सही में, और वो छोटे छोटे क्वेश्चन से वो यहाँ तक पहुंची है। अब वही मुझे लगता है मेन सोर्स होगी जो इसको पूरा पर्दाफाश कर पाएगी। तो आपका इसके बारे में क्या कहना है, वो हमें कमेंट सेक्शन में जरूर बताइएगा। तो इसे लाइक करते जाइए, कमेंट करते जाइए, शेयर करते जाइए और सब्सक्राइब करिए। बाय।